ഇപ്പോൾ ഏകദേശം 12 മണിയായി. ഇന്ന് നമ്മൾ ആലപ്പുഴയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണിയിൽ ഒരു ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒടുക്കത്തെ വെയിലാണെന്ന്. നമ്മുടെ തണ്ടർ ബോയിലാണ് പോകാൻ പോണത്. അപ്പം മകേഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. മകേഷ് വന്നാൽ പറഞ്ഞാൽ നമ്മൾ പോകും. ഏകദേശം അരമണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് ആലപ്പുഴക്ക്. മുഹമ്മദ് ആലപ്പുഴ ഒരു 30 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ മകേഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ആലപ്പുഴയിലോട്ടുള്ള യാത്ര കാണാം. മകേഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു ഹെലികോപ്റ്റർ പതിവിൽ നിന്ന് താഴെ കൂടി പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട്. അപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ്. ഇപ്പം നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ഇതുപോലുള്ള ഇടവഴികളിലൂടെയാണ് ആലപ്പുഴയ്ക്ക് വിടുന്നത്. ഹൈവേയിൽ പോയാൽ തിരക്കുമായിരിക്കും, ഭയങ്കര പൊടിയായിരിക്കും. അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തി. ആലപ്പുഴ പാസ്പോർട്ട് ജംഗ്ഷനാണിത്. എന്നുവെച്ചാൽ പാസ്പോർട്ട് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷൻ. അവിടെയാണ് നമ്മുടെ സ്വന്തം ഹസൻസ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതിൽ ഹസൻസാണ് ആലപ്പുഴയിലെ ഏറ്റവും ടോപ്പ് ബിരിയാണി കിട്ടുന്ന സ്ഥലം. ഇനിയിപ്പോൾ മറ്റേതൊക്കെ ബിരിയാണി വന്നാലും ഹസൻസിലെ ബിരിയാണിയുടെ തട്ട് താന്നു തന്നെ ഇരിക്കും. പപ്പടം, നാരങ്ങാച്ചാറ്, ഇതിനോട് എനിക്ക് നല്ല യോജിപ്പ്. എന്താണെന്നറിയോ? ഇങ്ങനത്തെ ചള്ളാസ് അല്ലേ, ഇതല്ലേ നല്ലത്. വിനാഗിരി മാത്രം. മാത്രമല്ല, ക്വാണ്ടിറ്റി ഉണ്ടോ? നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ? ഇപ്പോഴും കഴിച്ചിട്ട് ഇത്രയും ചള്ളാസുണ്ട്. അങ്ങനെ ബിരിയാണി വന്ന് മകേഷിൻ്റെ ബിരിയാണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ബീഫായിരിക്കും. നമ്മുടെ കയ്യിലിരുന്ന് പൊടിഞ്ഞു പോകുന്ന തരത്തിൽ ഇത് കഴിക്കാൻ വേണ്ടി യാതൊരുവിധ സ്ട്രെസ് എടുപ്പിക്കാത്ത ബീഫായിരിക്കും. നാട്ടിലാണെങ്കിൽ നല്ല ബീഫ് കിട്ടാനില്ല. ഇവർക്ക് ഈ ബീഫ് എവിടെ നിന്ന് കിട്ടണമെന്ന് എനിക്കറിയില്ല. ഏതായാലും സൂപ്പർ ബീഫാണ്. നാട്ടിൽ നല്ല ബീഫ് കിട്ടാത്തതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കണം അല്ലേ? കഴിഞ്ഞ ദിവസം നല്ല ബീഫായിരുന്നു. മോമെന്ന് മേടിച്ച് നല്ലായിരുന്നു. ഷോ അവിടെ കഴിച്ചത് ചതയത്തിന് അന്ന് ഞാൻ ഇവിടെ പോയി പറഞ്ഞു കഴിച്ചു. നമ്മുടെ കഞ്ഞിപ്പുഴി പറ്റി അതൊന്നുമല്ല. പന്നി മേടിക്കുമ്പോൾ മിക്കവാറും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നെയ്യുടെ പാർട്ടായിരിക്കും, ഫാറ്റായിരിക്കും കൂടുതൽ, മാംസം കിട്ടത്തിൽ. ബീഫ് വേണ്ട, ബീഫ് പൊടിയാനുണ്ടോ? ഇവർക്ക് സ്ഥിരമായിട്ട് ബീഫ് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? ഇവിടെ പക്ഷേ ബിരിയാണിക്ക് ലോങ് ഗ്രെയിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവേ എല്ലായിടത്തും ബീഫ് ബിരിയാണി എന്നൊക്കെ പറയുമ്പം ചെറിയ അരിയാണ് കൂടുതലിടത്തും യൂസ് ചെയ്യാറുള്ളത്, കൈമ റൈസ്. പക്ഷേ ഇത് ലോങ് ഗ്രെയിനാണ്. എനിക്കാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ഗ്രെയിൻ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഏതായാലും ബീഫിൻ്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇളയ ബീഫായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബിരിയാണി പെട്ടെന്നാണ് ഫിനിഷായത്. ഇതിന് ശേഷം ഞങ്ങളൊരു മട്ടൻ ബിരിയാണി കൂടി പരീക്ഷിക്കാൻ ഓർത്തു. മട്ടൻ ബിരിയാണി ഒരെണ്ണം മേടിച്ച് ഞങ്ങൾ രണ്ടും കൂടി ഷെയർ ചെയ്യാനാണ്. കറക്റ്റ് പറഞ്ഞാലല്ലേ നമ്മുടെ ബിരിയാണിയുടെ കൂട്ടത്തിൽ കൊടുക്കേണ്ട അച്ചാർ. ഈന്തപ്പഴം കണ്ട, ഈന്തപ്പഴം നാരങ്ങയും കൂടി. ഇതിപ്പോൾ ഈന്തപ്പഴം. ഈ ഈന്തപ്പഴം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള ചള്ളാസും അച്ചാറും ഒക്കെ കൊണ്ടുവന്ന സമയത്ത് അതിൽ 2 പപ്പടം ഉണ്ടായിരുന്നു. വെച്ചാൽ ആ ചേട്ടന് മനസ്സിലായി ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനാണ്, ഷെയർ ചെയ്ത് കഴിക്കാനാണ്. എങ്കിൽ പോലും 2 പപ്പടവും അച്ചാറിൻ്റെ 2 ഈന്തപ്പഴവും 2 നാരങ്ങയും ഒക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ സംഭവം സെർവ് ചെയ്തത്. എന്ന് വെച്ചാൽ അത്രത്തോളം ഇവർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആ വെയിറ്ററായിട്ട് നിന്നിരുന്ന ചേട്ടനൊരു മുത്താണ്. കാര്യം പുള്ളിയുടെ ശ്രദ്ധ അപാരം തന്നെ. കാര്യം ഈ തിരക്കിനിടയിൽ സത്യത്തിൽ നമുക്കങ്ങനെ ശ്രദ്ധിച്ച് ഇതൊക്കെ കൊണ്ടുതരേണ്ട കാര്യമില്ല. പക്ഷെ പുള്ളിക്കാരൻ അതൊക്കെ ശ്രദ്ധിച്ച് കണ്ടൊക്കെ ചെയ്യാനുണ്ട്. ആ ചേട്ടനെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഒരു സ്ഥലത്ത് ആ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ കണ്ട് പരിചയപ്പെട്ടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുക. പുള്ളിക്കാരന് സന്തോഷമാവും. പിന്നെ ഇവിടുത്തെ മട്ടൻ ബിരിയാണിയെക്കുറിച്ച് പറയുമ്പം ബീഫ് ബിരിയാണി പോലെ തന്നെ
മട്ടനൊക്കെ നല്ല സോഫ്റ്റ് മട്ടനാണ്. സെയിം മസാല, സെയിം റൈസ്, എല്ലാം ബീഫ് ബിരിയാണി പോലെ തന്നെ ഡിറ്റോയാണ്. അങ്ങനെ നമ്മൾ മട്ടനും അതിവേഗം ഫിനിഷ് ചെയ്തു. കാര്യം അത്ര രുചികരമായിട്ടുള്ള ബിരിയാണിയാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനാണ് ആ ഫ്രഷ് ലൈമായിട്ട് നടന്നു വരുന്നത്. ചേട്ടനൊരു മുത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഫ്രഷ് ലൈമിനെ കുറിച്ച് പറയുമ്പം പൊതുവെ എല്ലായിടത്തും ഉള്ള പ്രശ്നമൊക്കെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മധുരം കൂടുതലായിരിക്കും. അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഇച്ചിരി മധുരം കൂടുതലായിരിക്കും വേണ്ടത്. പക്ഷേ എനിക്ക് അത്ര മധുരം ഇഷ്ടമുള്ള ഒരാളല്ല. എങ്കിലും ഞാൻ ആ ഫ്രഷ് ലൈം കുടിച്ചു. നല്ലൊരു ഫ്രഷ് ലൈം ആയിരുന്നു, മോശമൊന്നും പറയാനില്ല. പിന്നെ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 അല്ലെങ്കിൽ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ തന്നെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. സമാധാനത്തോടുകൂടിയും ശാന്തിയോടും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സമയം. ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് ഇവിടെ നല്ല തിരക്കാവും. ഇവിടെ മറ്റ് ധാരാളം ഐറ്റംസ് ഉണ്ട്, അപ്പം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി CCSB റോഡിൽ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൻ്റെ പടിഞ്ഞാറ് വശം അല്ലേ, പടിഞ്ഞാറ് വശമാണ് ബീച്ചിലേക്കുള്ള റോഡ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റോഡിൽ ധാരാളം ഇങ്ങനത്തെ കടകളുണ്ട്. ഇതിൻ്റെ അറ്റത്താണ് അൽഡ്രീം വരുന്നത്. പിന്നെ മറ്റേ ബിരിയാണി കടയുടെ പേരുണ്ടായിരുന്നു, മറ്റേ മെയിൻ ഹസൻസ് അല്ലാതെ ഒരു ബിരിയാണി കട ഉണ്ടല്ലോ, ഹലായിസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഈ തോടിൻ്റെ അപ്പുറയാണ് നമ്മുടെ ഫാസിൽ സാറിൻ്റെ വീട്. കണ്ട, ഇത് കാണുന്ന ഫാസിൽ സാറിൻ്റെ വീടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ സംഗീത് രാജ് സൈനിങ് ഓഫ്.